രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ചായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ചെന്നിത്തല തന്റെ നേതാവാണെന്നും ജ്യേഷ്ഠ സഹോദരനാണെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. ചെന്നിത്തല മന്ത്രിസഭയിലേക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിനെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു സതീശന്റെ മറുപടി. സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും എന്നാണ് എനിക്ക് പറയാൻ. അതല്ല പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഒരു ഉപാധിയില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? ഉപാധികളൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ ഉപാധികളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. നീരസം പ്രകടമാകുന്ന രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. നേരത്തെ AICC ജനറൽ സെക്രട്ടറി കണ്ടപ്പോൾ ദീപാദാസ് മുൻഷിയും പറഞ്ഞത് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത നമുക്ക് തന്നില്ല. ചെന്നിത്തല ഉണ്ടാകുമോ മന്ത്രിസഭയിൽ? എന്താണ് ധാരണയാ? പക്ഷേ ഏതായാലും ഒരു അതൃപ്തി RC ക്യാമ്പിൽ പുകയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. 1-2 ദിവസത്തിനകം ഏതായാലും ഈ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും താരതമ്യേന ചെറിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും RC ക്യാമ്പിൽ നിന്ന് ഒരു ആവശ്യം ഉയരുന്നത് ആഭ്യന്തര വകുപ്പ് തന്നെ ലഭിക്കണമെന്നുള്ളതാണ്. അതിൽ എന്ത് തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും അനുനയ നീക്കങ്ങൾ അതിൻ്റെതായ വഴിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദീപാദാസ് മുൻഷിയും ഒപ്പം തന്നെ AICC സെക്രട്ടറിമാരായിട്ടുള്ള 3 പേരും ഇവിടെ എത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് 1/4 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നടത്തി അവർ മടങ്ങിയ സമയത്ത് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. വിശദമായി ഈ കാര്യം ചോദിക്കുമ്പോഴും മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ദീപാദാസ് മുൻഷി പറയുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്നാണ്. എന്തായാലും പരസ്യ പ്രതികരണത്തിലേക്ക് രമേശ് ചെന്നിത്തല പോയിട്ടില്ല. ആകപ്പാടെ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ റൈറ്റാണ് ഇനി മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്നുള്ളത്. ഏതായാലും അസംതൃപ്തി RC ക്യാമ്പിൽ പുകയുന്നുണ്ട്. ഇനി എന്ത് തീരുമാനം അക്കാര്യത്തിലൊക്കെ വരുമെന്നുള്ളത് കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്തൊരു മറ്റൊരു ദൃശ്യം കൂടി കാണാനിടയായി. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിലേക്ക് രമേശ് ചെന്നിത്തല എത്തില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ IG ഗോകുലോത്ത് ലക്ഷ്മണൻ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വന്നിരുന്നു. ഒരു ബൊക്കെയുമൊക്കെയായി വന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടുമടങ്ങുന്ന ഒരു നിലയും ഉണ്ടായിരുന്നു. ഏതായാലും അനുനയ നീക്കങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് UDFൻ്റെ യോഗം നടക്കുന്നുണ്ട്. UDF യോഗത്തിന് ശേഷം ഇന്ന് രാത്രിയോ നാളെയൊക്കെ ആയിട്ട് മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇരിക്കുകയും ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉൾപ്പെടുത്തണമെന്ന് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും.